നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കൂത്താളി ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന പ്രശ്നം ഇരുവിഭാഗത്തിൻ്റെയും പേരിൽ കേസെടുത്തു. വാർഡ് മെമ്പർ ശ്രീവിലാസ് ബിനോയ്, വല്ലാറ്റ ഇബ്രാഹിംകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂത്താളി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ ഹരിത കർമ്മസേന അംഗങ്ങളെ അസഭ്യം പറഞ്ഞുവെന്നാരോപിച്ച് പേരാമ്പ്ര പോലീസിൽ നൽകിയ പരാതിയിലും കർമ്മസേനാ പ്രവർത്തകർ അടച്ചിട്ട ഗേറ്റ് തുറന്ന് വീട്ടുമുറ്റത്ത് മാലിന്യം കൊണ്ടിട്ട പരാതിയിലും കേസെടുത്തു. മാലിന്യ സംസ്കരണ പദ്ധതികളെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് കർശനമായിട്ട് ഇവരോട് വാർഡ് കയറാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് ഇവർ അന്ന് രാവിലെയും വാർഡ് കയറിയത്. അപ്പം 13-ാം വാർഡിൽ ഈ 2 പേര് കൂടിയാണ് വീടുകൾ കയറിയപ്പം ഈ മൂസ എന്ന് പറഞ്ഞ വീട്ടിൽ ആളില്ല എന്നുള്ളത് വസ്തുതയാണ്, അത് മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ ഹരിതകർമ്മസേന അംഗങ്ങൾ മുഴുവൻ വീടുകളിലും കയറി അവരുടെ വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യണമെന്നുള്ളത് പഞ്ചായത്തിൻ്റെ നിർദ്ദേശമാണ്. അത് ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവർക്ക് അവിടെ കയറാനുള്ള അധികാരമുണ്ട്. അതിനനുസരിച്ചാണ് അവർ വീട്ടിൽ കയറി ആളില്ല, അപ്പോൾ QR പതിപ്പിച്ച ഇത് സ്കാൻ ചെയ്തു. പിന്നെ അവരുടെ അടുത്ത അവരുടെ അനിയൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സാധനവും കൂടി അവരുടെ വീടിൻ്റെ പിറകു വശത്ത് ഒരു 2-3 ചാക്ക് സാധനങ്ങൾ വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് സാധനങ്ങളാണ് നല്ല ഭദ്രമായിട്ട് കെട്ടിയിട്ട് സൈഡിൽ വെച്ച് പോവുകയുണ്ടായത്. അപ്പം അങ്ങനെയാണ് വാർഡിലെ ഏകദേശം വീടുകളിൽ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അത് അല്ലാതെ ഓരോ ദിവസം നമ്മൾ എടുക്കുന്ന മാലിന്യം നമുക്ക് അന്ന് തന്നെ വണ്ടിയിലെടുത്ത് പഞ്ചായത്തിൽ എത്തിക്കാനുള്ള സംവിധാനമില്ല. ഇങ്ങനെ തന്നെയാണ് ഇതുവരെ തുറന്നു പോയത്. അപ്പോഴാണ് രാത്രി 8:30 വാർഡ് മെമ്പർ ശ്രീവിലാസ് ബിനോയിൻ്റെ ഫോണിൽ മൂസ എന്ന് പറഞ്ഞാൽ നിഷിത രാജനെ വിളിക്കുന്നത്, ഹരിതകർമ്മസേന അംഗത്തിനെ വിളിച്ചിട്ട് അസഭ്യം പറയുക നമുക്ക് കേൾക്കാൻ അറയ്ക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ്. എനിക്കത് പറയാൻ അറിയില്ല, ഞാൻ ആ സംസ്കാരത്തിൽ പറഞ്ഞതല്ല, ഞാനത് പറയുകയില്ല. എന്താണ് അയാൾ പറഞ്ഞത് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അത് കേട്ടവർക്കറിയാം. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് പറഞ്ഞത് എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞങ്ങളിപ്പം തന്നെ വന്ന് ആ സാധനം മാറ്റിത്തരാം. അങ്ങനെ 2 ഹരിതകർമ്മസേന അംഗങ്ങളും നിഷിതയുടെ മകനും ഹരിതകർമ്മസേന അംഗം പ്രജിലയുടെ ഭർത്താവും കൂടി ഓട്ടോറിക്ഷ എടുത്ത് രാത്രി 9 മണിക്ക് ആ വീട്ടിൽ പോവുകയാണ് സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇയാൾ ഒരു കാരണവശാലും ഗേറ്റ് തുറന്നു കൊടുക്കാതെ അയാളുടെ മകനും മകൻ്റെ ഭാര്യയും ഇയാളും കൂടി പിന്നെയും അവിടുന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യരായ, അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഏറ്റവും ആദരിക്കുന്നവരാണ് ഹരിതകർമ്മസേന അംഗങ്ങളെന്ന് പറയുന്നത്, അവരെ വീണ്ടും ചീത്ത വിളിക്കാനുണ്ടായത്. അതിൽ പറയാൻ അറയ്ക്കുന്ന വാക്കുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ തിരിച്ചുപോയി. അവരാ രാത്രി ഇരുട്ടത്ത് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ചുറ്റുപാടുള്ള ആളുകളൊക്കെ കൂടി പറഞ്ഞ് ഇയാൾ ഒരു കണക്കിനും ഗേറ്റ് തുറക്കുന്നില്ല. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് ഇവരുടെ ഭർത്താവിൻ്റെ ബന്ധു തന്നെയാണ് ഈ പ്രജയിലൂടെ പാപ്പ അച്ഛൻ്റെ അനിയനും വന്ന് അവരും കേട്ടു ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ. ഗോപിയേട്ടൻ നിരന്തരം കേൾക്കുകയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പിന്നീട് ഇവർക്ക് തോന്നി ആരോ അവരോട് പറഞ്ഞതാണ് ഇത് വലിയ കേസായിട്ട് മാറുമെന്ന് തോന്നിയപ്പം ഇയാൾ അനിയൻ കുഞ്ഞബ്ദുള്ള എന്ന് പറഞ്ഞാൽ ഇടപെട്ട് ഗേറ്റ് തുറന്നു കൊടുത്ത് സാധനങ്ങൾ ഇവരെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന പോലെ ഈ വേസ്റ്റ് സാധനങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇയാളെന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ കവറ് പൊളിച്ച് തുറന്ന് മുഴുവൻ സാധനവും വിതറിയിട്ട് അയാളെ മുറ്റത്ത് എന്നിട്ട് അത് വലിച്ചെറിയാനുണ്ടായത്. അവരുടെ മുഖത്തെറിയുന്നത് പോലെയാണ് ഉണ്ടായത്. വളരെ അപമാനകരമായ ഇവിടെ ഇപ്പം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം 2018 മുതൽ കൂത്താളി പഞ്ചായത്ത് നല്ല രീതിയിൽ നടക്കുന്നതാണ്. ഇന്ന് വരെ ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ സഹോദരിമാർക്ക് ഉണ്ടായിട്ടില്ല. അവലേക്ക് ചോദിക്കുമ്പോൾ വീട്ടിലാളില്ല. അപ്പോൾ ഇത് സ്കാൻ ചെയ്യാൻ നോക്കിയാൽ അതും പുതിയ വീടായതിനെ കൊണ്ട് അടയില്ല. ഞാളത് അപ്പോൾ അതിനേലെ വീടാണ് തൊട്ട അപ്പുറത്തുള്ളത്. അത് ആടുന്ന സാധനം എടുത്തിട്ടാണ് മറ്റേ വീട്ടിലേക്ക് പോകുന്നത്. ഞാൻ അവിടെ എത്തി ആളില്ലാണ്ടായാലും ഞങ്ങൾ ഇത് അവിടെ വെക്കാൻ ഓല് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അവിടെ വെച്ചതിനെ കൊണ്ട് ഓലൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്കിത് ഇവിടെ വെക്കാൻ. അങ്ങനെ അതവിടെ വെച്ച് ഞങ്ങൾ നല്ലോണം കെട്ടി ഏലക്ക് വെച്ചതാണ്. ഇനി വൈകുന്നേരം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് 8 കൊണ്ട് നിഷിതേച്ചി എന്നെ വിളിക്കുന്നു. നിഷിതേച്ചി എന്നെ മെമ്പറെ ഫോണിന് ഈ മൂസ എന്ന് പറഞ്ഞ ആൾ വിളിച്ചതാണ്. എന്നെ വിളിച്ചിട്ട് ഓല് പറഞ്ഞു ഇങ്ങനെ ആടുന്ന് പ്രശ്നമാക്കുന്നുണ്ട്, ഇനി ഒന്ന് എൻ്റെ ഭർത്താവിനെ കൂട്ടി പോയിട്ട് ഇനി ഒന്ന് എടുത്ത് വെക്കുക. അപ്പോൾ 8:30 എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ പോകാൻ നോക്കിയപ്പോൾ പിന്നെ ഓല് വിളിച്ച് ഇനി പോകണ്ട ഞാൻ വരുന്നുണ്ട്. അങ്ങനെ ഓലും കൂടി വന്നു. ഓല് ഓട്ടോറിക്ഷ വിളിച്ച് വന്നു. ഓലും വന്ന് പിന്നെ ഞങ്ങൾ 2 കൂടി വീട്ടിൽ പോയപ്പോൾ ഓല് പറഞ്ഞു നിങ്ങളിങ്ങോട്ട് കയറണ്ട, നാളെ എന്തെങ്കിലും തീരുമാനമായിട്ട് എടുക്കാം, പിന്നെ പഞ്ചായത്ത് നാളെ വന്നിട്ട് എടുക്കാം, നിങ്ങളവിടെ നിന്നോളി. ഞങ്ങൾ പുറത്ത് നിന്ന് ഒരു ഗേറ്റ് കൂട്ടിക്കളഞ്ഞു. കുറേ ഞാളവിടെ നിന്ന് ഇപ്പം നല്ലോണം ഞങ്ങൾക്കോട് പ്രസിഡൻറ്റ് പറഞ്ഞ പോലെ തന്നെ എല്ലാം വിളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്കൊന്നും പറയാനായിട്ടില്ല. ചീത്ത വിളിക്കുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഒരു ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു നിന്ന് നിറച്ച ആൾക്കാരാണ്, എല്ലാവരും ഉണ്ട്, ഇടവൽക്കാരൊക്കെ ഉണ്ട്.
ഹരിത കർമ്മസേനാംഗങ്ങൾ നൽകിയ പരാതിയിൽ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരും പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു. നമ്മൾ ഹരിതകർമ്മസേന അംഗങ്ങളെ പറ്റിയോ തിരിച്ചോ പൊതുജനങ്ങൾക്കോ ഹരിതകർമ്മസേന പറ്റിയോ ഒരു പരാതി ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ ഹരിതകർമ്മസേന അംഗങ്ങൾ നേരിട്ട് പഞ്ചായത്തിന് കീഴിലുള്ള ഒരു സംവിധാനമാണ്, ജനകീയ സംവിധാനം. ആ ജനകീയ സംവിധാനത്തിനും പ്രത്യേകിച്ച് 26 13 വാർഡായി 2 ഹരിതകർമ്മസേനാംഗങ്ങളാണ്, 26 ആളും വനിതകളാണ്. അപ്പോൾ അവർക്ക് നേരെ ഉണ്ടായ ഈ വലിയ ഇടപെടലും വലിയ ചീത്ത പറച്ചിലും പ്രശ്നങ്ങളും, രാത്രി മക്കളെ കൂട്ടിയാണ് ആ സാധനം എടുക്കാൻ പോയത്. മക്കളെയും ഭർത്താവിനെയും കൂട്ടി പോയിട്ട് പോലും രാത്രി 10 മണിയായിട്ടും വളരെ മോശമായിട്ട് സംസാരിച്ചിട്ട് അതിശേഷം വന്ന് പരാതി കൊടുക്കുക 1 മാസമായി. കഴിഞ്ഞ 17-ാം തീയതി കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും 1 മാസമായി. എന്നിട്ട് ഇന്ന് വരെ പരാതി എടുക്കാൻ തയ്യാറല്ല. ഇന്ന് രാവിലെ ഇവർ വന്ന് അന്വേഷിച്ചപ്പോൾ പരാതി എടുക്കാൻ തയ്യാറല്ല, പരാതി എടുക്കാനാവില്ല എന്ന് പറഞ്ഞ ശേഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഹരിതകർമ്മസേനാംഗങ്ങളും ഇവിടെ ഇരിക്കുകയാണ്. കേസ് എന്ന് എടുക്കുന്നോ അതിനുശേഷം ഇവിടുന്ന് പിരിഞ്ഞു പോകാനാണ് തീരുമാനം. നമ്മുടെ സർക്കാരിൻ്റെ പുതിയ തീരുമാനപ്രകാരം നമ്മളെ 13 വാർഡുകളിലും ഹരിതകർമ്മസേന ഒരുപോലെ പ്രവർത്തനം നടത്തുകയാണ്. ഇതുപോലൊരു അനുഭവം നമ്മുടെ പഞ്ചായത്തിലോ കേരളത്തിലോ എവിടെയും ഉണ്ടായെന്ന് നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് ഇതിന് ശക്തമായ കേസെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തുടർന്നാണ് 2 വിഭാഗക്കാരുടെയും പേരിൽ പോലീസ് കേസെടുത്തതും നിസ്സാരമായി പറഞ്ഞു തീർക്കേണ്ട വിഷയം രാഷ്ട്രീയവൽക്കരിച്ചതാണെന്ന് വാർഡ് മെമ്പർ ശ്രീവിലാസ് ബിനോയ്, വല്ലാറ്റ ഇബ്രാഹിം കുട്ടിയും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂത്താളി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പർ ശ്രീവിലാസ് ബിനോയ് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തുവാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഇന്ത്യൻ റൂത്തിൽ കൂത്താളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു ലൈവ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പ്രസിഡന്റ് എൻ്റെ പേരെടുത്ത് പറയുകയും മെമ്പറുടെ ഫോണിൽ നിന്നാണ് ഹരിതകർമ്മസേന അംഗത്തിനെ ഒരു വീട്ടുകാരൻ വളരെ മോശമായ രീതിയിൽ അറപ്പുളവാക്കുന്ന രീതിയിലും സംസാരിച്ചത്. ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നൊരു പത്രസമ്മേളനം വിളിച്ചത്. ഇതിൻ്റെ വിഷയം 20-ാം തീയതി രാത്രിയാണ് എൻ്റെ വാർഡിലുള്ള ഒരു വ്യക്തി എൻ്റെ വീട്ടിൽ വരികയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് വസ്തുക്കൾ ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്നു. ഈ സംഭവം ഞാൻ അറിയാത്തതുകൊണ്ട് ഹരിതകർമ്മസേനയിൽപ്പെട്ട ഒരു അംഗത്തിനെ, നിഷിത രാജൻ എന്ന് പറഞ്ഞ അംഗത്തിനെ വിളിക്കുകയും അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ വേസ്റ്റ് വെച്ചിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ മറുപടി നിങ്ങൾ കൊടുക്കണം, എൻ്റെ സത്യാവസ്ഥ എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് എൻ്റെ ഫോൺ അദ്ദേഹത്തെ കൊടുക്കുകയും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരോട് ചോദിച്ചാണ് ഈ സാധനം വെച്ചത്? ഈ പൂട്ടിയിട്ട ഗേറ്റിനുള്ളിൽ നിങ്ങൾ ആരോട് ചോദിച്ചു, എന്ത് അധികാരത്തിലാണ് ഈ സാധനം അവിടെ വെക്കാനുള്ള അധികാരം നിങ്ങൾക്ക് എന്താണ്? ആ രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം നടന്ന ലൈവ് പ്രോഗ്രാമിൽ പ്രസിഡന്റ് പറഞ്ഞത് കൂത്താളിക്കാർ കള്ളം പറയാറില്ല, പക്ഷേ പ്രസിഡന്റ് ആ പ്രോഗ്രാം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന കാര്യങ്ങളെല്ലാം മുഴുവൻ കള്ളത്തരമാണ്. ആദ്യത്തെ കാര്യം, ഒന്ന് എൻ്റെ ഫോണിൽ നിന്ന് ഈ ഹരിതകർമ്മസേന പ്രവർത്തകയെ ഒരിക്കലും പ്രസിഡന്റ് ഈ വ്യക്തി ചീത്ത പറഞ്ഞിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ ഹരിതകർമ്മസേന കൊടുത്ത മൊഴിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് മോശമായ രീതിയിൽ പെരുമാറ്റം ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രസിഡന്റ് പറഞ്ഞത് വേറൊരു അഭിപ്രായം, ഈ ഹരിതകർമ്മസേന അംഗം പറഞ്ഞത് വേറെ അഭിപ്രായമാണ്. ഇത് രാഷ്ട്രീയ ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തകരെ അപമാനപ്പെടുത്താനുള്ള രീതിയിലാണ് ഇത് പോയത്. അതുപോലെ തന്നെ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം, QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വീട്ടിലേക്ക് ഹരിതകർമ്മസേന അംഗം പോയത്. പക്ഷേ ആ അംഗം തന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ QR കോഡ് പതിപ്പിച്ചില്ലായിരുന്നു. പുതിയൊരു വീടായതുകൊണ്ട് QR കോഡ് അത് പതിപ്പിച്ചില്ല എന്ന് ആ അംഗം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് QR കോഡ് പതിപ്പിക്കാത്തൊരു വീട്ടിൽ അതിക്രമിച്ച് കയറേണ്ട ആവശ്യം ഹരിതകർമ്മസേനയ്ക്കില്ല. അതുപോലെ തന്നെ ഒരു വീട്ടുകാരന്റെ അനുവാദമില്ലാതെ അവിടെ മറ്റുള്ള വീടുകളിലെ വേസ്റ്റുകൾ സൂക്ഷിക്കുന്നത് തെറ്റാണ്. അത് ചോദ്യം ചെയ്തതിനാണ് ഒരു വീട്ടുകാരെ അപമാനപ്പെടുത്തി വളരെ രീതിയിൽ മോശമായ രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് അവർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. പിന്നെ പ്രസിഡന്റിന്റെ വാക്കുകളിൽ പറഞ്ഞത്, ഹരിതകർമ്മസേന ഞങ്ങൾ യോജിച്ച് നിർത്തുന്ന ആൾക്കാരാണ്, ഞങ്ങളെ സഹോദരിമാരാണ്. അതെല്ലാം ശരിയാണ്. ഒരു പഞ്ചായത്ത് അംഗം നിലയിൽ ഹരിതകർമ്മസേന നമ്മുടെ നാടിന് ആവശ്യമാണ്. ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് വസ്തുക്കൾ ശേഖരിച്ചു കൊണ്ടുവന്ന് അവർ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ അവർ ചെയ്യുമ്പോഴും ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറാനുള്ള അധികാരം അവർക്ക് ആരും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അവർ കേസ് കൊടുക്കുന്ന സമയത്ത്, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്ന സമയത്ത്
സ്വാഭാവികം ഒരു പഞ്ചായത്തിന്റെ കീഴിലാണ് ഹരിതകർമ്മസേനയെങ്കിൽ പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു അംഗം അല്ലെങ്കിൽ പ്രസിഡന്റെങ്കിലും അവരോട് കൂടി സ്റ്റേഷനിൽ വരണമായിരുന്നു. 21-ാം തീയതി അവർ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയും 21-ാം തീയതി കൗണ്ടർ കേസ് മറ്റുള്ള വീട്ടുകാരും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 21-ാം തീയതി പേരാമ്പ്ര പോലീസ് സ്റ്റേഷന്റെ നിർദ്ദേശപ്രകാരം SIയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാകുമ്പോൾ അവരുടെ കൂടെ വന്ന ഒരു ഹരിതകർമ്മസേനയുടെ ബന്ധു ഞങ്ങൾക്ക് മറ്റൊരാളോട് കൂടി ആലോചിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്തു. സ്വാഭാവികമായും അങ്ങനെ ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ അവരാണ് പറഞ്ഞത് ഞങ്ങൾ തയ്യാറായിരുന്നു, ഒരു ക്ഷമ പറഞ്ഞ് 2 ഭാഗത്തും തെറ്റുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേഷൻ മുഖാന്തരം ക്ഷമ പറഞ്ഞ് പിരിയാം, തെറ്റ് 2 ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് പിരിയാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മറ്റൊരാളോട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവുകയാണുണ്ടായി. ആ സ്ഥിതിക്ക് അങ്ങനെ ഒരു മധ്യസ്ഥൻ തയ്യാറുണ്ടെങ്കിൽ അവരായിരുന്നു പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥൻ തയ്യാറാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നത്. പക്ഷെ പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ നിർദ്ദേശിച്ചു, പക്ഷേ അവരാരും മധ്യസ്ഥന് തയ്യാറായില്ല, ആ രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ മധ്യസ്ഥൻ പൂർണ്ണമായും ഞങ്ങൾ തയ്യാറായിരുന്നു. സ്റ്റേഷനിൽ പ്രസിഡന്റ് 2ാമത് പ്രാവശ്യം പോയപ്പോഴും SI ഈ വീട്ടുകാരനെ വിളിച്ച് നിങ്ങൾ പ്രസിഡന്റിനെ കണ്ട് ഇത് മധ്യസ്ഥമാക്കണം, അതാണ് നല്ലത് എന്ന് വെച്ചാൽ കേസെടുക്കാനുള്ള ഒരു വകുപ്പ് ഇതിനില്ല, ചീത്ത പറഞ്ഞുള്ള വകുപ്പ് മാത്രമേ ഉള്ളൂ, കേസെടുക്കാനുള്ള വകുപ്പില്ല, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രസിഡന്റുമായി സംസാരിച്ച് തീർക്കണം എന്ന രീതിയിലാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരനും അതുപോലെ പരാതിക്കാരൻ്റെ കൂത്താളി പഞ്ചായത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരു അക്കൗണ്ടന്റ് ഉണ്ടായിരുന്നു, അയാളെയും കൂട്ടി പ്രസിഡന്റിന്റെ വീട്ടിൽ പോവുകയും ചെയ്തു. അപ്പോൾ പ്രസിഡന്റ് അവിടെ ഇവർ ചായ കുടിക്കുകയും എല്ലാം സൗഹൃദമായി പിരിയുകയും ചെയ്തു. പ്രസിഡന്റ് പറഞ്ഞു വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇത് വിട്ടുപോയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് ഇത് വിട്ടു. എനിക്ക് ചോദിക്കാനുള്ളത്, കൂത്താളി പഞ്ചായത്തിലെ ഹരിതകർമ്മസേന കൂത്താളി പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ കീഴിലോ അല്ലെങ്കിൽ പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ കീഴിലാണ് ഒരു സംശയം നമുക്കുണ്ട്. കാരണം ഹരിതകർമ്മസേനയുടെ പ്രശ്നം തീർക്കേണ്ടത് കൂത്താളി പഞ്ചായത്തിലാണ്. അത് പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഒരാൾ ക്ഷമാപണം പറയുന്ന രീതി ശരിയല്ല എന്ന് ഇതാണ്. ഇതുപോലുള്ള അതുപോലെ അന്നത്തെ ഇന്റർവ്യൂവിൽ പ്രസിഡന്റ് പറയേണ്ടായ പോലീസിന്റെ അനാസ്ഥയാണ്. പോലീസിൽ യാതൊരു അനാസ്ഥയും പോലീസ് ഈ കാര്യത്തിൽ നടത്തിയിട്ടില്ല. കാരണം പോലീസിന്റെ SIയുടെയും PRയുടെയും മുഖാന്തരമാണ് ഈ ഒരു മധ്യസ്ഥ ചർച്ച നടന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാളോട് ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരിറങ്ങിപ്പോകുന്നത്. ആ രീതിയിൽ ഇവരെന്ത് ചെയ്യണം, ഈ ഹരിതകർമ്മസേനയോട് ബന്ധപ്പെട്ട പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോ എന്ത് ചെയ്യണം, പോലീസിനെ അറിയിക്കണം, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, അവർ പോലീസ് സ്റ്റേഷനിൽ വരട്ടെ. പക്ഷേ അങ്ങനത്തെ ഒരു കാര്യവും ചെയ്യാതെ വെറുതെ ഒരു നാടകം നടത്തി ജനങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടിയിട്ടാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡന്റും ചെയർപേഴ്സണും ചെയ്തത്. ഇത് കൂത്താളിയിൽ കുറേ കാലമായി നടക്കുന്ന കാര്യമാണ്. ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികളെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ.